ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവജന ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 9-ാമത്തെ വാക്യം, കരക്കിറങ്ങിയപ്പോൾ എന്ന് നാം വായിക്കും. വിടുതലിൻ്റെ സമയങ്ങൾ അടുത്ത് വന്നിരിക്കുകയാണ്. കരക്കിറങ്ങാൻ സമയമായി. അകത്ത് കയറിക്കൂടിയ ചില ദുഷ്ടശക്തികൾ കരക്കിറങ്ങാൻ സമയമായി. ഭവനത്തിനകത്ത് അത് കയറിക്കൂടി ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ വെല്ലുവിളിയോടെ, അവിശ്വാസത്തോടെ, പ്രാർത്ഥന നിർത്തലാക്കുന്ന, ഉണ്ടാക്കി വയ്ക്കുന്ന ആഹാരം പോലും ഭക്ഷിപ്പാൻ കഴിയാത്ത വിധം അസമാധാന, അസ്വസ്ഥതയും സ്വാരസ്യങ്ങളും വിട്ട് പോരാടുന്ന വെല്ലുവിളികളും ഇന്ന് പകലിൽ ഈ 8-ാം മാസത്തിൻ്റെ ഈ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ വിടുതൽ ഭവനത്തിൽ നടക്കാൻ പോവുകയാണ്, വ്യക്തികളിൽ നടക്കാം. ഈ സന്ദേശം കേൾക്കുന്ന ജീവിതങ്ങൾക്ക് ഒരു വിടുതൽ നിശ്ചയമായിട്ടും കർത്താവ് നൽകി തരാൻ പോവുകയാണ്. ദൈവപ്രവൃത്തി കാണാൻ പറ്റും. എന്നോട് ദൈവത്തിൻ്റെ ദാസന്മാരൊക്കെ ദൂത് പറഞ്ഞിട്ടുള്ളൂ, ഇന്ന മാസത്തിൽ വിടുതൽ നടക്കും, ഇന്ന വർഷത്തിൽ വിടുതൽ നടക്കും, ഡേറ്റൊക്കെ തീയതിയൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും വിടുതൽ നടത്തും. ദൈവശക്തൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ ചിലത് കണ്ടു എന്ന്, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു വിടുതൽ കാണുമെന്നല്ലേ. അവർ തീക്കന്നൽ കണ്ടു, മീൻ കണ്ടു, അവരതിന്മേലിരിക്കുന്ന അപ്പവും കണ്ടു. ചിലതൊക്കെ കാണാൻ പോവുകയാണ്. ചില നന്മകൾ, വിടുതലുകൾ ഇതുവരെ കാണാത്തത്, ഇതുവരെ പ്രതീക്ഷിക്കാത്തത്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയത് അല്ലേ. അതെ, സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ര വലുതാണ്. ദൈവം സ്നേഹമാണ്, ദൈവം കരുതലാണ്. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് കരുതുന്നു. ശിഷ്യന്മാർക്ക് വേണ്ടി അങ്ങനെ അവർ പടകും വലയെടുത്ത് പിന്നീട് പോയെങ്കിലും കർത്താവ് പുറകെ വന്നല്ലേ. അവരെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചു, കൂട്ടുവാൻ വല്ലതുണ്ടോ എന്ന് വിളിച്ചു. അവർക്ക് എല്ലാം നൽകിക്കൊടുത്തു. അവരെ സ്നേഹിച്ച്, അവരെ സന്തോഷിപ്പിച്ച്, അവരെ ചേർത്ത് നിർത്തി, അവരെ കൈവിടാതെ അല്ലേ. അവരുടെ മേൽ വ്യാപരിച്ച ആ പിന്മാറ്റ വ്യാപാരത്തെ, ആ പൈശാചിക ശക്തിയെ കർത്താവ് ശാസിച്ച് തൻ്റെ ജനത്തിന് വിടുതൽ, സൗഖ്യവും സന്തോഷവും ശക്തിയും പകർന്നു. കൃപയുടെ കരങ്ങളിൽ അവരെ സൂക്ഷിച്ച് പിന്നെയും മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ അഭിഷേകം ചെയ്തെങ്കിൽ ഇതാ കർത്താവ് ഇന്ന് ഈ ദൂത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള വിടുതലുകൾ നടത്താൻ ദൈവം നിങ്ങളെ സഹായിപ്പാൻ കൂടെയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.